കഥയെ ആരംഭിക്കുന്നത് 13 വയസ്സുകാരി ബെക്കിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബെക്കിയെ എന്ന് പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 2 ആഴ്ച മുമ്പ് അവിടുത്തെ ഒരു ലേക്കിനോട് ചേർന്നുള്ള ഒരു കാട്ടുപ്രദേശത്ത് ചില സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അതിനെപ്പറ്റിയാണ് ചോദ്യം ചെയ്യൽ. പക്ഷേ തനിക്ക് അധികമൊന്നും ഓർമ്മയില്ല എന്ന മട്ടിലായിരുന്നു ബെക്കിയുടെ മറുപടി. കഥയവിടെ നിന്നും 2 ആഴ്ച മുമ്പിലേക്ക് പോകുന്നു. ഒരു ജയിലിൽ കുറച്ച് തടവുപുള്ളികൾ മറ്റൊരാളെ ആക്രമിക്കുകയാണ്. ഡൊമിനിക് എന്നു പേരുള്ള അതിലെ തലവനായിട്ടുള്ള വ്യക്തി തന്റെ കയ്യാളിന് കത്തി കൊടുത്തു. അവനെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു. എന്തായാലും ആ സംഗതിയുടെ പേരിൽ ആ ജയിലിൽ നിന്ന് അവർ വാനിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഡൊമിനിക്കിന്റെ കൂട്ടാളികൾ 4 പേരുണ്ടായിരുന്നു. അപ്പെക്സ് എന്നും കോൾ എന്നും ഹാമൻഡ് എന്നുമായിരുന്നു അവരുടെ പേരുകൾ. വാനിൽ അങ്ങനെ കൊണ്ടുപോകുമ്പോ അവർക്ക് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. അവർ ആ വാനിൽ നിന്നും കൂട്ടത്തിൽ ഒരാളെ കഴുത്തിനെരിച്ച് ശ്വാസം മുട്ടിച്ചു വീഴ്ത്തി. പിന്നാലെ നോക്കാൻ വന്ന പോലീസുകാരെ അടക്കം ആക്രമിച്ചു. ഇതേസമയം മറുവശത്ത് സ്കൂളിലായിരുന്ന ബെക്കിയെ പിക്ക് ചെയ്യാൻ അവളുടെ അച്ഛൻ വന്നിരുന്നു. സ്കൂളിൽ ബെക്കിക്ക് ചെറിയ ബുള്ളിങ് ഒക്കെ എതിരിടേണ്ടി വരാറുണ്ട്. അന്നും അതുപോലൊന്ന് സംഭവിച്ചിരുന്നു. ടീച്ചർ വന്നതുകൊണ്ടായിരുന്നു അവൾ രക്ഷപ്പെട്ടത്. അന്ന് അച്ഛൻ അവളെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. വീക്കെൻഡ് വരികയായിരുന്നു. എവിടെയെങ്കിലും വെക്കേഷന് പോകാം എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് മറ്റു ചില പദ്ധതികളുമുണ്ട്. പക്ഷേ ബെക്കിക്ക് അച്ഛൻ അങ്ങനെ കൂട്ടാൻ വന്നതും അച്ഛനുമായുള്ള ഇടപെടലുമൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. 1 കൊല്ലം മുമ്പ് അവളുടെ അമ്മ രോഗബാധിതയായി മരണപ്പെട്ടതാണ്. അന്ന് മുതൽ അവളുടെയും അച്ഛന്റെയും റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയിരുന്നു. അന്ന് പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അവരൊരു ഗ്യാസ് സ്റ്റേഷൻ സൂപ്പർ മാർക്കറ്റിൽ നിർത്തി. ആ സമയം ന്യൂസിൽ ജയിലിൽ നിന്ന് 4 ഇൻമേറ്റുകൾ രക്ഷപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ബെക്കി അവിടെ വെച്ച് കുറച്ചു കുട്ടികൾ പാരന്റ്സിനൊപ്പം സമയം ചെലവിടുന്നത് കണ്ടു. അത് കണ്ട് അവൾക്ക് ദുഃഖം തോന്നി. അവൾ അതോടെ അവിടെ നിന്നും മാറി ഫോണും നോക്കി ഇരിക്കാൻ ആരംഭിച്ചു. അവൾ നോക്കിയിരുന്നത് അത്രയും അവളും അമ്മയും ഒന്നിച്ചുള്ള പഴയ വീഡിയോസ് ആയിരുന്നു. അവിടെ നിന്നും ബെക്കിയുടെ അച്ഛൻ നേരെ പോയതാകട്ടെ അവരുടെ തന്നെ ഫാമിലി ലേക്ക് ഹൗസിലേക്കായിരുന്നു. ആ പോകുന്ന വഴിക്കൊന്നും ബെക്കി അത്ര സന്തോഷവതിയല്ല. ആ ലേക്ക് ഹൗസുമായി ബന്ധപ്പെട്ട് അവളുടെ അമ്മയുടെ കുറെ ഓർമ്മകളുണ്ട്. ആ ലേക്ക് ഹൗസ് ആണെങ്കിൽ അച്ഛൻ വിൽക്കാനിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടൊരു ദേഷ്യവും അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തി ഇറങ്ങിയപ്പോ താനിനി ഇത് വിൽക്കുന്നില്ല എന്ന കാര്യം അവളുടെ അച്ഛൻ അവളോടായി പറഞ്ഞു. അത് കേട്ടതും അവൾക്കൊരുപാട് സന്തോഷം തോന്നിയിരുന്നു. പിന്നാലെ അവൾ തന്റെ വളർത്തുനായ ഡിയോഗയെ പുറത്തിറക്കി. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. അങ്ങോട്ടേക്ക് മറ്റൊരു കാറ് വന്നു നിന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങിയതാകട്ടെ ബെക്കിയുടെ അച്ഛന്റെ പുതിയ പാർട്ട്ണറായ കൈലയും കൈലയുടെ മകൻ ടായുമായിരുന്നു. ബെക്കി അങ്ങനെ നോക്കി നിൽക്കെ അവരുടെ വളർത്തുനായ ഡോറ അങ്ങോട്ടേക്ക് വന്നു. ബെക്കിക്ക് ഇതൊന്നും കണ്ട് തീരെ അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് ഡൊമിനിക്കും എപ്പെക്സും പോലീസുകാരെ പോലെ വേഷം ധരിച്ച് ഒരു വഴിയിൽ നിൽക്കുകയായിരുന്നു. അവർ അതുവഴി വന്ന ഒരു വണ്ടിക്ക് കൈ കാണിച്ചു നിർത്തി. പിന്നാലെ ആ ഫാമിലിയെ മുഴുവനായും കൊന്ന് അവരുടെ കാറ് പിടിച്ചെടുത്തു. കുറച്ച് സമയം പിന്നിട്ടപ്പോ ലേക്ക് ഹൗസിൽ ബെക്കിയും കുടുംബവും ഇരുന്ന് സംസാരിക്കുകയാണ്. കൈലയും അച്ഛനുമൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബെക്കിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പിന്നാലെ ബെക്കിയുടെ അച്ഛൻ സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ 1 കൊല്ലക്കാലം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പോരല്ലോ, മൂവ് ഓൺ ചെയ്തേ പറ്റൂ. പിന്നാലെ ബെക്കിയുടെ അച്ഛൻ താനും കൈലയും വിവാഹിതരാവാൻ തീരുമാനിച്ച കാര്യം അവിടെ വെച്ച് അനൗൺസ് ചെയ്തു. ബെക്കിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. അത് കണ്ട് ബെക്കിയുടെ അച്ഛൻ പിന്നാലെ ചെന്നെങ്കിലും ബെക്കി അവിടെ നിന്നില്ല. ലേക്ക് ഹൗസിനോട് ചേർന്ന് ഒരു കാടുണ്ട്. അവൾ ആ കാടിനകത്തേക്ക് പോയി. അതിനുള്ളിൽ അവൾക്കൊരു പഴയ ഹട്ട് പ്ലേ ഹൗസ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കയറിയ അവൾ ദേഷ്യത്തിൽ അവിടെയുള്ള വസ്തുക്കളൊക്കെ വലിച്ചെറിയാൻ ആരംഭിച്ചു. ആ സമയം അവളുടെ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയിലുടക്കി. അവരുടെ പഴയ ഫാമിലി ഫോട്ടോ ഒന്ന് അമ്മ വരച്ചതായിരുന്നു. അമ്മയുടെ ഓർമ്മയിലേക്ക് അവൾ പോയി. അമ്മയ്ക്ക് ആശുപത്രിയിലായിരുന്നപ്പോൾ പാട്ടുപാടി കൊടുത്തതിന്റെ ഓർമ്മകൾ അതവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതേസമയം മറുവശത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്ന കൈല പാത്രങ്ങൾ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. അതാരാണെന്ന് നോക്കാൻ വേണ്ടി കൈല പോയി. ഇതേസമയം ബെക്കിയുടെ അച്ഛൻ ജെഫ് പുറത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അകത്തേക്ക് കയറി ചെന്നു. അകത്തെത്തിയ ജെഫ് കാണുന്നത് കൈല ഒരു വ്യക്തിയുമായി സംസാരിച്ചു നിൽക്കുന്നതായിരുന്നു. അതാകട്ടെ വേഷം മാറിയെത്തിയ പ്രസ്നർ ഡൊമിനിക്കും. ഡൊമിനിക് ഒരു കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞു. എന്റെ നായയെ കാണാനില്ല, ഈ ഭാഗത്തേക്കാണ് ഓടി വന്നത്, അതിനന്വേഷിച്ചു വന്നതാണ്. മറുവശത്ത് ക്യാബിനിലായിരുന്ന ബെക്കിയാകട്ടെ സാധനങ്ങൾ നോക്കുന്നതിനിടയിൽ വിചിത്രമായൊരു കീ കണ്ടു. അത് ഇഷ്ടപ്പെട്ടവൾ കയ്യിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. മറുവശത്ത് വന്നിരുന്ന ഡൊമിനിക് ആകട്ടെ അവരുടെ വളർത്തുനായ ഡോറയെ കണ്ട് അതൊരു മിക്സ് ബ്രീഡാണെന്നും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന മട്ടിലുമൊക്കെ ബെക്കിയുടെ അച്ഛനെയും കൈലയെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി. ജെഫിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജെഫ് വാതിൽ തുറന്ന് ഡൊമിനിക്കിനോട് പുറത്തു പോവാൻ ആവശ്യപ്പെട്ടതും എപ്പെക്സ് അങ്ങോട്ടേക്ക് കടന്നു കയറി വന്നു. എപ്പെക്സ് ജെഫിനെ ആക്രമിച്ചു. അത് കണ്ട് കൈലയും മകനും ഓടി ബെഡ്റൂമിലേക്ക് കയറിയിരുന്നു. ഡൊമിനിക് അവരെ നോക്കാൻ എപ്പെക്സിനോട് ഉത്തരവിട്ടു. എപ്പെക്സ് അകത്തേക്ക് കയറി ചെന്നപ്പോ കൈല ഭയന്ന് ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു.
നോക്കുകയായിരുന്നു. എപ്പെക്സ് ഫോൺ പിടിച്ചു വാങ്ങിയത് നശിപ്പിച്ചു കളഞ്ഞു. എപ്പെക്സിന് അവരെ കൊല്ലണമെന്നുണ്ടായിരുന്നില്ല. ആള് കുറച്ച് മനസ്സലിവുള്ള കൂട്ടത്തിലാണ്. അവരോട് കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു പോക്കോ എന്ന് എപ്പെക്സ് പറഞ്ഞു. കൈലാതോടെ തായുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഡോറ എന്ന അവരുടെ വളർത്തുനായയും അവരുടെ പിന്നാലെ ഓടിച്ചെന്നിരുന്നു. ആ സമയം ക്യാമ്പിലായിരുന്ന ബെക്കി രണ്ടാളുകളുടെ സംസാരം കേട്ടു. അത് കോളും ഹാമൻഡുമായിരുന്നു. അവർ കാടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു പോയ കൈലയും തായും അവരുടെ മുമ്പിൽ ചെന്നു പെട്ടു. തോക്കു ചൂണ്ടി നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് എന്നവർ ചോദിച്ചു. ഞങ്ങൾ ബെക്കിയെ നോക്കുകയാണ് എന്ന് തായ് പറഞ്ഞെങ്കിലും അത് ഞങ്ങളുടെ നായയുടെ പേരാണെന്നും അതിനെയാണ് നോക്കുന്നത് എന്നും കൈല പറഞ്ഞു. ബെക്കിയെ ആ കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങോട്ടേക്ക് അവരുടെ വളർത്തുനായ ഡോറ വരുന്ന കണ്ടതും കോൾ ഒട്ടും മടിച്ചില്ല. അതിനെ അങ്ങ് വെടിവെച്ചു കൊന്നു കളഞ്ഞു. ബൈനോക്കുലർ വെച്ച് അതൊക്കെ നോക്കിക്കണ്ടിരുന്ന ബെക്കി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. എന്തോ അപകടം സംഭവിക്കുന്നതായി അവൾ മുൻകൂട്ടി കണ്ടു. ധൈര്യപൂർവ്വം അവൾ പ്ലേ ഹൗസിൽ നിന്നിറങ്ങി. പ്ലേ ഹൗസിൽ തന്റെ നായയെ ഡിയോഗോയെ പൂട്ടിയിടാനും അവൾ മറന്നിരുന്നില്ല. ഒരു തരത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ അവൾ ലേക്ക് ഹൗസിലേക്ക് എത്തി. ജനലിലൂടെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. അവിടെ ജെഫിനെയും കൈലയെയും തായെയും ബന്ദികളാക്കി വെച്ച് ഡൊമിനിക്കും മറ്റും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡൊമിനിക് ആ വീടിന്റെ ബേസ്മെന്റിൽ പോയി എന്തോ ഒരു വസ്തു തിരഞ്ഞു. അത് കിട്ടുന്നില്ലെന്ന് കണ്ടതും അയാൾ വല്ലാതെ ദേഷ്യത്തിലായി. മറുവശത്ത് ബെക്കിയാകട്ടെ തന്റെ മുറിയിലേക്ക് ഒരു തരത്തിൽ കടന്നു കയറാൻ നോക്കി. തന്റെ ബാഗ് എടുക്കലായിരുന്നു ലക്ഷ്യം. പക്ഷെ അവൾക്കതിന് സാധിച്ചില്ല. എന്നിരുന്നാലും അവളുടെ പ്ലേ വോക്കി ടോക്കി അവിടെ നിന്ന് കൈവശപ്പെടുത്താൻ അവൾക്ക് പറ്റി. ഈ സമയം ബേസ്മെന്റിൽ നിന്ന് കയറി വന്നിരുന്ന ഡൊമിനിക് ബെക്കിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിരുന്നു. ബെക്കിയുടെ ബാഗ് കണ്ടതും അവൾ ബാഗ് എടുത്ത് ജെഫിന്റെ അടുത്തേക്ക് ചെന്നു. ഈ വീട്ടിൽ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്, അവൾ എവിടെയെന്ന മട്ടിൽ ജെഫിനെയും മറ്റും ഡൊമിനിക് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പിന്നാലെ അവർ അന്വേഷിച്ചു വന്ന താക്കോലിനെ പറ്റി ഡൊമിനിക് പറഞ്ഞു. ആ താക്കോലിൽ ഒരു സ്പെഷ്യൽ സിമ്പിൾ ഉണ്ടെന്നും കൂട്ടിച്ചേർത്തു. നേരത്തെ ബെക്കിക്ക് കിട്ടിയ അതേ താക്കോലിന്റെ കാര്യമാണ് ഡൊമിനിക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ താക്കോലിനെ പറ്റി ജെഫിനും കൈലയ്ക്കും ഒന്നും അറിവുണ്ടായിരുന്നില്ല. അതോടെ ബെക്കി എവിടെ എന്ന ചോദ്യം അവർ ഒന്നുകൂടി കടുപ്പിച്ചു. ബെക്കിയോട് മാത്രമേ ഇനി താക്കോലിന്റെ കാര്യം ചോദിക്കാനുള്ളൂ. ബെക്കി എവിടെയെന്ന് ചോദിച്ചിട്ടും ജെഫ് അവൾ എവിടെയാണെന്ന് പറയാൻ കൂട്ടാക്കിയില്ല. അതോടെ ദേഷ്യം വന്ന ഡൊമിനിക് കൈലയുടെ കാലിലേക്ക് വെടിയുതിർത്തു. വെടിയുച്ചയും കൈലയുടെ അലർച്ചയും പുറത്തേക്ക് പോയ ബെക്കി കേട്ടിരുന്നു. ബെക്കി തന്റെ വോക്കി ടോക്കിയിലൂടെ ഉടനടി സംസാരിച്ചു. താൻ ഇവിടെ അയൽവക്കക്കാരന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെന്നും താൻ ഇവിടെ നിന്നും പോലീസിനെ വിളിക്കുമെന്നും നിങ്ങളൊക്കെ പിടിക്കപ്പെടും എന്നും ബെക്കി പറഞ്ഞു. അതാ നാലംഗ സംഘത്തെ ഒന്ന് ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഡൊമിനിക് പിന്നാലെ ഒരു കാര്യം അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പറഞ്ഞു. ബെക്കി സംസാരിച്ചത് ഒരു ചൈൽഡ് വോക്കി ടോക്കിയിൽ നിന്നുമാണ്. അതിനൊരുപാട് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അവൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. മാത്രമല്ല ഈ ലേക്ക് ഹൗസിൽ നിന്ന് അടുത്ത നെയ്ബർ വീട്ടിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ടൊരിക്കലും ബെക്കി പറയുന്ന പോലെയല്ല കാര്യങ്ങളുള്ളത്. അവളെ തിരഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. പിന്നാലെ ചില കാര്യങ്ങൾ ഡൊമിനിക് തീരുമാനിച്ചു. ജെഫിനെ കൂട്ടിക്കൊണ്ട് ഡൊമിനിക്കും സംഘവും പുറത്തിറങ്ങി. അവർ ജെഫിനെ ഒരു കസേരയിലിരുത്തി ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് ബെക്കി വരുമെന്നവർ കണക്കുകൂട്ടി. ഡൊമിനിക് വോക്കി ടോക്കിയിലൂടെ ബെക്കിയോട് സംസാരിച്ചു. നീ വന്ന് നിനക്ക് ബേസ്മെന്റിൽ നിന്ന് കിട്ടിയ ആ ഒരു ചെറിയ ബോക്സ് ഉണ്ടല്ലോ, അത് തന്നില്ലെങ്കിൽ നിന്റെ അച്ഛനെ നല്ല രീതിയിൽ ഞങ്ങൾ ഉപദ്രവിക്കും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. പക്ഷെ അബദ്ധത്തിൽ ബെക്കി മറുപടി പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്ന താക്കോൽ എന്റെ കയ്യിലൊന്നുമില്ല. താക്കോലിന്റെ കാര്യം ഡൊമിനിക് പറഞ്ഞിരുന്നേയില്ല. അതുകൊണ്ട് തന്നെ ആ താക്കോല് അവളുടെ കയ്യിലുണ്ട് എന്ന് ഡൊമിനിക് ഉറപ്പിച്ചു. പിന്നാലെ കൂടുതൽ ക്രൂരമായി ജെഫിനെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. ജെഫ് വേദന കൊണ്ട് അലറുന്ന ശബ്ദം ബെക്കിയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ജെഫിനോട് സംസാരിക്കാൻ വരെ ഡൊമിനിക് ആവശ്യപ്പെട്ടു. പക്ഷേ ജെഫ് പറഞ്ഞത് അങ്ങോട്ടേക്ക് വരരുത്, ബെക്കിയോടോടി രക്ഷപ്പെട്ടോളൂ എന്നായിരുന്നു. പിന്നാലെ ഡൊമിനിക്കും സംഘവും കൂടുതൽ ക്രൂരമായി ജെഫിനെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. താക്കോലെടുക്കാൻ ഭയന്ന ബെക്കി പ്ലേ ഹൗസിലേക്ക് ഓടി. പക്ഷേ ഇതേ സമയം ജെഫ് തിരിച്ചടിച്ചിരുന്നു. അക്രമകാരികളെ അടിച്ചു വീഴ്ത്തി ജെഫ് കാട്ടിലേക്ക് ഓടി. ഓടിയ അയാളുടെ പിന്നാലെ ഡൊമിനിക്കും സംഘവും വന്നിരുന്നു. കാട്ടിലേക്ക് ഓടിയപ്പോ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് തിരികെ വന്നിരുന്ന ബെക്കിയും ജെഫും നേരിട്ട് കണ്ടു. താൻ മോളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ പിന്നിൽ വന്നിരുന്ന വ്യക്തി ജെഫിനെ വെടിവെച്ചു കൊന്നു. ബെക്കിയുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു തന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു വീണത്. അതവളെ വല്ലാതെ ഷോക്കാക്കി മാറ്റിയിരുന്നു. ഡൊമിനിക് പിന്നാലെ ബെക്കിയെ പിടിക്കാൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. ദേഷ്യം വന്നിരുന്ന ബെക്കി ഒട്ടും മടിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന താക്കോലുകൊണ്ട് അയാളുടെ കണ്ണിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. പിന്നാലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നല്ല രീതിയിൽ പരിക്കേറ്റ ഡൊമിനിക് ആകട്ടെ പുറത്തേക്ക് വീണ തന്റെ ഐബോളും താങ്ങിപ്പിടിച്ച് നേരെ ലേക്ക് ഹൗസിലേക്ക് എത്തി. കൂട്ടാളിയോട് അത് വെട്ടിമുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കൂട്ടാളി ഭയക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കത്തിയെടുത്ത് ഡൊമിനിക് തന്നെ അത് മുറിച്ച് താഴെ വീഴ്ത്തി.
വീഴ്ത്തി. വേദനയും ദേഷ്യവും എല്ലാം കൊണ്ടും ഡൊമിനിക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാടിനുള്ളിൽ ബെക്കിയെ തിരയാനും പിടിച്ചുകൊണ്ടുവരാനും കൂട്ടാളികളോട് അയാൾ ഉത്തരവിട്ടു. ഇതേസമയം മറുവശത്ത് ബെക്കിയാകട്ടെ എന്താ നടക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഷോക്കിൽ നിന്ന് മുക്തിയാവാൻ ശ്രമിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. വോക്കി ടോക്കിയിലൂടെ സംസാരിച്ച് കോൾ അവളെ തിരഞ്ഞു വരുന്ന കാര്യം അവൾ മനസ്സിലാക്കി. ഉടനടി അവളോട് പ്ലേ ഹൗസിൽ കയറി. കോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പ്ലേ ഹൗസിനകത്ത് ഡീഗോ എന്ന വളർത്തുനായ ഉള്ളതുകൊണ്ട് കോളുമടിച്ച് പുറത്തു നിന്നു. നായയെ കോളിന് ഭയമാണ്. പുറത്തുനിന്ന് കോള് ബെക്കിയോട് സംസാരിച്ചു. നീ ആ താക്കോല് തന്ന നിന്നെയും നിന്റെ സ്റ്റെപ്പ് മമ്മിനെയും ഒക്കെ വെറുതെ വിട്ടേക്കാം. സ്റ്റെപ്പ് മം എന്ന് കേട്ടതും ബെക്കിക്ക് നല്ല ദേഷ്യം തന്നെ വന്നു. അമ്മയുടെ ഓർമ്മകൾ വീണ്ടും അവളിലേക്ക് ഇറങ്ങി. അച്ഛനെ കൊന്ന് അമ്മയില്ലാതായി താനിപ്പോൾ പൂർണ്ണമായി അനാഥയായതായി ബെക്കി മനസ്സിലാക്കി. അച്ഛനെ വകവരുത്തിയവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പ്ലേ ഹൗസിലുണ്ടായിരുന്ന കുറച്ച് ഹോം മെയ്ഡ് വസ്തുക്കൾ കൊണ്ട് അവൾ ചില ആയുധങ്ങൾ ഉണ്ടാക്കി. പിന്നാലെ പ്ലേ ഹൗസിന്റെ മുകളിലേക്ക് വന്നു. ഒരു വസ്തു വലിച്ചെറിഞ്ഞ് കോളിനെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന കളിക്കുന്ന വസ്തുവിൽ തൂങ്ങി വന്ന് കോളിന്റെ മേളിലേക്ക് വീണ് ബെക്കി കോളിനെ കടന്നാക്രമിച്ചു. ഹോം മെയ്ഡ് ആയുധം ഉപയോഗിച്ച് കോളിനെ തുടർച്ചയായി കുത്തി. വല്ലാത്തൊരു സൈക്കോഭാവം അപ്പോൾ ബെക്കിയിൽ പ്രകടമായിരുന്നു. അധികം വൈകാതെ ബെക്കി കോളിനെ വകവരുത്തി കളഞ്ഞു. ഈ സമയം മറുവശത്ത് എപ്പക്സ് ആകട്ടെ കൈലയുടെ കാലിലേക്ക് വെടിയുതിർത്ത ഭാഗത്ത് ഒരു ബാൻഡേജ് കെട്ടിവെച്ചിരുന്നു. അത് പരിശോധിക്കുകയായിരുന്നു. എപ്പക്സ് മറ്റുള്ളവരെ പോലെയല്ല, മനസ്സലിവുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന കൈല എപ്പക്സിനടുക്കൽ തങ്ങളെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടെ, സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഡൊമിനിക് അത് കേട്ടിരുന്നു. ഡൊമിനിക് എപ്പക്സിനെ അവിടെ നിന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ മാറ്റി നിർത്തി സംസാരിച്ചു. ഒരു തോക്ക് എപ്പക്സിന്റെ കയ്യിൽ കൊടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞു, 9 കൊല്ലം നമ്മൾ ഒന്നിച്ച് ജയിലിൽ കഴിഞ്ഞതാണ് എന്ന് നിനക്കറിയാമല്ലോ. എന്നോട് നിനക്കൊരു വിശ്വസ്തതയുണ്ടായിരുന്നു. കഴിഞ്ഞ 9 കൊല്ലമായി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സംഗതിയാണിത്. ഇതിൽ നീ എന്നെ ചതിക്കുന്നതിലും നല്ലത് എന്നെ ഇപ്പോഴേ അങ്ങ് കൊല്ലുന്നതാണ്. ഇനി നിനക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നോടുള്ള വിശ്വസ്തത നീ തെളിയിച്ചേ പറ്റൂ. എപ്പക്സിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. എന്നും ഡൊമിനിക്കിനോട് വിശ്വസ്തതയുള്ളവനായി താൻ തുടരുമെന്ന് അവൻ പറഞ്ഞു. അപ്പോഴേക്കും ബെക്കി തന്റെ വോക്കി ടോക്കികളുമായി ബോട്ട് ഹൗസിനടുത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. കോളിനടുക്കൽ നിന്ന് കിട്ടിയ വോക്കി ടോക്കി നേരെ ലേക്ക് ഹൗസിനകത്തേക്ക് അവളിട്ടു. ഡൊമിനിക് അതെടുത്തു. പിന്നാലെ ബെക്കി ഡൊമിനിക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് നിങ്ങൾ സാധിക്കില്ല എന്ന് കരുതുന്ന പല മോശം കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ടെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുന്നതാവും നിങ്ങൾക്ക് നല്ലത്. ബെക്കി വാൺ ചെയ്തു. ഡൊമിനിക്കിനത് നല്ല രീതിയിൽ തന്നെ കൊണ്ടു. ഡൊമിനിക്കിന് ദേഷ്യം വന്നു. കൈലയ്ക്ക് അടുത്ത് ചെന്ന് വോക്കി ടോക്കി കൊടുത്ത് തങ്ങൾ അപകടത്തിലാണെന്ന് പറഞ്ഞ് ബെക്കി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. പക്ഷേ കൈല മറുപടി പറഞ്ഞു, ഞാൻ വിളിച്ചാലൊന്നും അവള് വരാനേ പോകുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒട്ടും നല്ല രീതിയിലല്ല. അവൾക്ക് എന്നോട് എപ്പോഴും വെറുപ്പായിരുന്നു. ദേഷ്യം വന്ന ഡൊമിനിക് തന്റെ മറ്റ് 2 കയ്യാളുകളെയും ബെക്കിയെ പിടികൂടാൻ വേണ്ടി കാടിനുള്ളിലേക്ക് പറഞ്ഞയച്ചു. ഇതേസമയം ബെക്കിയാകട്ടെ കാടിനകത്ത് ലേക്കിനോട് ചേർന്നും മറ്റുമായി ചില കെണികൾ തീർക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കാടിനകത്തേക്ക് ബെക്കിയെ തിരഞ്ഞു വന്ന ഹാമൻഡ് കോളിന്റെ മൃതദേഹം കണ്ടു. അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അപ്പോഴാണ് കെണികൾ ഒരുക്കി തീർത്ത് ബെക്കിയും അങ്ങോട്ടേക്ക് വരുന്നത്. ബെക്കിയെ കണ്ടതും ഹാമൻഡ് അവളെ രൂക്ഷമായി നോക്കി. ബെക്കി ഓടാൻ തുടങ്ങി. ഹാമൻഡ് പിന്നാലെ ഓടി. ഒരു ഘട്ടത്തിൽ അവൾ കെട്ടിവെച്ച വള്ളിയിൽ തട്ടി അയാൾ വീഴുകയാണ്. അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ആണിയടിച്ച പലക ഉപയോഗിച്ച് അവൾ ഹാമൻഡിനെ ആക്രമിച്ചു. ഹാമൻഡ് പിന്നാലെ വെള്ളത്തിലേക്ക് വീണു. അയാൾക്ക് നീന്താൻ അറിവുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ബോട്ട് ഓണാക്കി അതിന്റെ മോട്ടോർ ഷാഫ്റ്റ് ഉപയോഗിച്ച് ബെക്കി അയാളെ വകവരുത്തി. അവിടെ നിന്നും തിരികെ പോരുമ്പോ ബെക്കി എപ്പക്സിന്റെ മുമ്പിൽ ചെന്നു പെട്ടു. ബെക്കി വല്ലാതെ ഭയന്നിരുന്നു. കൂട്ടത്തിലെ ഏറ്റവും കരുത്തൻ എപ്പക്സ് ആണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് അവളെ സഹായിക്കാൻ അവളുടെ വളർത്തുനായ ഡിയേഗോ ഓടി വന്നത്. എപ്പക്സിനടുത്തെത്തിയ ഡിയോഗയെ എപ്പക്സ് എടുത്ത് താഴെ വീഴ്ത്തി. ഡിയേഗോ അബോധാവസ്ഥയിലായി. പിന്നാലെ ബെക്കി അയാൾ പിടികൂടി കൊണ്ടുപോവാൻ ആരംഭിച്ചു. ബെക്കി പ്രതിരോധിച്ചപ്പോ അയാൾ ബെക്കിയെ പൊക്കിയെടുത്ത് താഴെയിട്ടിടിച്ചു. ബെക്കിക്കാകെ വല്ലായിക തോന്നിയിരുന്നു. ബെക്കി അങ്ങനെ വീണുകിടക്കുന്ന അവസ്ഥ കൺമുമ്പിൽ കണ്ടതും എപ്പക്സ് വല്ലാതായി. നേരത്തെ 2 കുട്ടികളെ കൊന്ന ഓർമ്മ കൂടി അയാളുടെ ഉള്ളിലേക്ക് വന്നു. അയാൾക്കിനിയും ക്രൂരതകൾ തുടരാൻ പറ്റുമായിരുന്നില്ല. രക്ഷപ്പെട്ടു പോവാൻ വേണ്ടി അവളോട് പറഞ്ഞ് എപ്പക്സ് അവിടെ നിന്ന് പോന്നു. ഈ സമയം വീണിരുന്ന വളർത്തുനായ ഡീഗോയും എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. ബെക്കി തന്റെ വളർത്തുനായയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് പോന്ന ബെക്കി ലേക്ക് ഹൗസിലേക്കുള്ള യാത്രക്കിടയിൽ അച്ഛന്റെ മൃതദേഹത്തിനരികിലെത്തി. അച്ഛനരികിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ച അവൾ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാറിന്റെ താക്കോലെടുത്തു. പിന്നാലെ ലേക്ക് ഹൗസ് ലക്ഷ്യമാക്കി മുമ്പോട്ടേക്ക് നീങ്ങി. പിന്നാലെ അവൾ ലേക്ക് ഹൗസിന്റെ ഗ്ലാസിനടുത്തെത്തി. അവിടെ നിന്നും കൈലയെയും തായെയും നോക്കി ചില സിഗ്നലുകൾ കാണിച്ചു. അവരെ രക്ഷപ്പെടുത്താൻ താൻ എത്തിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലായിരുന്നു അത്. ആ സമയം ഡൊമിനിക് അവളെ കാണുമോ എന്ന് കൈല
ഭയപ്പെട്ടു. ഡൊമിനിക്കിന്റെ ശ്രദ്ധ തിരിക്കാൻ കൈല ശ്രമിച്ചു. ആ ഒച്ചയുണ്ടാക്കൽ ഡൊമിനിക്കിനെ ദേഷ്യം പിടിപ്പിച്ചു. ഡൊമിനിക് എത്തി കൈലയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാർ അലാം ശബ്ദം കേട്ടത്. ആരോ കാർ എടുക്കുന്നുണ്ട് എന്ന് ഡൊമിനിക്ക് തിരിച്ചറിഞ്ഞു. അയാൾ പുറത്തേക്കിറങ്ങി. ഡൊമിനിക്ക് പുറത്തുപോയതും കൈല ഓടി അടുക്കളയിലെത്തി കത്തിയെടുത്ത് കെട്ടുകൾ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചു. ഈ സമയം പുറത്തെത്തിയ ഡൊമിനിക് വിചാരിച്ചത് എപ്പെക്സ് ബെക്കിയുമായി എത്തിയതാണെന്നായിരുന്നു. കാറിനടുത്തെത്തി അയാൾ കാർ ഡോർ തുറന്നു. പക്ഷേ കാറിനകത്ത് ഡിയേഗോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിയേഗോ ഡൊമിനിക്കിന്റെ കയ്യിൽ കടിച്ച് ഡൊമിനിക്കിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ബെക്കി വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടാകും എന്നതോടെ ചിന്തിച്ച ഡൊമിനിക്ക് തോക്കെടുത്ത് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പക്ഷെ ബെക്കി യാഥാർത്ഥ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന അടുത്ത കാറിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. വേഗത്തിൽ കാർ മുമ്പോട്ടേക്ക് പായിച്ച് ഡൊമിനിക്കിനെ ഇടിക്കാൻ ബെക്കി ശ്രമിച്ചു. ഡൊമിനിക്കിനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. പക്ഷേ ബ്രേക്ക് എങ്ങനെ പിടിക്കണമെന്ന് ബെക്കിക്ക് അറിവുണ്ടായിരുന്നില്ല. കാറ് അടുത്തുള്ള മരത്തിലേക്ക് ഇടിച്ചു കയറി. അഡ്വാൻസ്ഡ് കാറായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതിലെ എയുടെ സഹായത്തോടെ എമർജൻസിയിലേക്ക് നിർദ്ദേശങ്ങൾ പോയി. പിന്നാലെ ബെക്കി കാറിൽ നിന്നിറങ്ങി അടുത്തുണ്ടായിരുന്ന ബേസ്മെന്റിലേക്ക് ഓടി. അവിടെ നിന്ന് മണ്ണെണ്ണയും മറ്റു വസ്തുക്കളും എടുത്ത് എങ്ങോട്ടേക്കോ മാറുകയായി. ഇതേ സമയം വണ്ടിയിടിച്ച് വീണെങ്കിലും എഴുന്നേറ്റ് വന്ന ഡൊമിനിക്ക് ബെക്കിയെ തിരയാൻ തുടങ്ങിയിരുന്നു. തിരച്ചിലിനൊടുവിൽ ഒരു ക്യാമ്പ് ഫയറിന് മുമ്പിൽ കസേരയിട്ടിരിക്കുന്ന ബെക്കിയെ അയാൾ നോക്കിക്കണ്ടു. അത്ര ചെറുപ്രായത്തിലെ മറ്റുള്ളവരെ വകവരുത്തുകയും എതിരിടുകയും ഒക്കെ ചെയ്ത ബെക്കിയുടെ കരുത്തിലും കഴിവിലും ഡൊമിനിക്കിന് വലിയ ബഹുമാനം തോന്നി. ബെക്കിയെ താൻ അഡോപ്റ്റ് ചെയ്യാമെന്നും അവളുടെ പാരന്റ്സ് ഇപ്പോൾ ഇല്ലല്ലോ, നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം എന്നുമൊക്കെ അയാൾ പറഞ്ഞു. പക്ഷേ ബെക്കിക്ക് അതിനൊന്നും സമ്മതമേ ആയിരുന്നില്ല. അധികം വൈകിയില്ല. തീ തുപ്പുന്ന ഒരു തോക്കെടുത്ത ബെക്കി അതുപയോഗിച്ച് ഡൊമിനിക്കിനെ ആക്രമിച്ചു. ഡൊമിനിക്കിന് സാരമായ പരിക്കേറ്റെങ്കിലും നിലത്ത് കിടന്നുരുണ്ട് തീയണച്ച ഡൊമിനിക് എഴുന്നേറ്റ് വന്നു. ബെക്കിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ബെക്കിയെ കൊലപ്പെടുത്താൻ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി. കൃത്യസമയത്ത് എപ്പെക്സ് എത്തിയിരുന്നു. എപ്പെക്സ് ഡൊമിനിക്കിനെ തടഞ്ഞു. എപ്പെക്സിനെ വീണ്ടും കൂട്ടത്തിലേക്ക് കൂട്ടാൻ ഡൊമിനിക്ക് സംസാരിച്ചെങ്കിലും എപ്പെക്സ് വഴങ്ങിയില്ല. ഇതിനിടയിൽ ബെക്കിയോട് രക്ഷപ്പെട്ടിരുന്നു. കൃഷിക്കായി ഉപയോഗിക്കുന്ന അവിടെയുള്ള മെഷീൻ എടുത്ത് ബെക്കി ഓടിച്ചു വരാൻ തുടങ്ങി. അത് ഡൊമിനിക്കിന്റെ ശരീരത്തിലേക്ക് കയറ്റി ഡൊമിനിക്കിനെ അവൾ വകവരുത്തി. പിന്നാലെ ഇറങ്ങി വന്ന അവളോട് എപ്പെക്സ് സംസാരിച്ചു. ഡൊമിനിക്കിനെ ഒറ്റയ്ക്കെതിരിടാൻ അവളെ അങ്ങനെ വിട്ടത് ശരിയായില്ല, എന്നോട് ക്ഷമിക്കണം എന്നയാൾ പറഞ്ഞു നിൽക്കെ അയാളോട് ക്ഷമിക്കാൻ ബെക്കി ഒരുക്കമായിരുന്നില്ല. തോക്കെടുത്ത് വില്ലന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ എപ്പെക്സിനെയും അവളങ്ങ് വകവരുത്തി കളഞ്ഞു. പിന്നാലെ അവൾ താഴെ വീണ് ആ താക്കോൽ എടുത്തു. ഈ താക്കോൽ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്, ഇവരെന്തിനാണ് ഇത് അന്വേഷിക്കുന്നത് എന്നവൾ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും അവിടുത്തെ കളപ്പുരയുടെ ഭാഗത്തേക്ക് കൈലയും തായും നടന്നു വന്നിരുന്നു. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ബെക്കിക്കടുത്ത് അവർ വന്നിരുന്നു. ആ സമയം അങ്ങോട്ടേക്കെത്തുന്ന പോലീസ് സൈറൻ ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കാമായിരുന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. കാടിൽ നടന്ന സംഭവത്തെപ്പറ്റി പോലീസ് ബെക്കിയോട് ചോദിക്കുകയാണ്. പക്ഷെ തനിക്ക് അധികമൊന്നും അറിവില്ല എന്ന മട്ടിലായിരുന്നു ബെക്കിയുടെ മറുപടികളൊക്കെ. പോലീസിന് അവൾക്ക് മേൽ ഫോഴ്സ് ചെയ്യാനും സാധിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് പോലീസുകാരുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ചെറിയ കുട്ടിയാണ്. ഇവൾ ചെയ്ത ക്രൂരതകളും വയലൻസും ഒക്കെ വെച്ച് നോക്കുമ്പോ ആ കുട്ടിയെപ്പറ്റി ഓർത്താൽ തന്നെ പേടിയാകുന്നു. പോലീസ് അത് പറഞ്ഞു നിർത്തുന്നിടത്ത് അടുത്തൊരു ഭാഗത്തിന് തുടക്കമിട്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.